പാങ്ങോട്ടും പുല്ലമ്പാറയിലും പേരുമലയിലുമായി 5-6 പേരെ തട്ടിയിട്ടുണ്ട്. എല്ലാവരും മരിച്ചു കാണും. പോലീസ് സ്റ്റേഷനിലെത്തി ഭാവവ്യത്യാസമില്ലാതെ ഇങ്ങനെ വിളിച്ചു പറയാൻ മനുഷ്യത്വത്തിന്റെ അവസാന കണികയും വറ്റിപ്പോയ ഒരാൾക്കേ സാധിക്കൂ. വീട്ടുകാരോട് പണം ആവശ്യപ്പെട്ടിട്ടും തരാത്തതിലുള്ള വിരോധമാണ് കൂട്ടക്കൊല നടത്താൻ അഫാനെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. പ്രതിയുടെ പിതാവ് അബ്ദുൾ റഹീം വിദേശത്ത് ബിസിനസ് നടത്തി കടബാധ്യത വരുത്തി. പണം മടക്കി നൽകാത്തതിനാൽ അദ്ദേഹം യാത്രാവിലക്കിലുമാണ്. 7 വർഷമായി നാട്ടിൽ വരാൻ പോലും കഴിയാത്ത സാമ്പത്തിക ബാധ്യത പിതാവ് അബ്ദുൾ റഹീമിനുണ്ടായിരുന്നെങ്കിലും ആഡംബര ജീവിതത്തിൽ അഫാൻ ഒരു കുറവും വരുത്തിയിരുന്നില്ല. ഒടുവിൽ ഉപയോഗിച്ചിരുന്ന ബൈക്ക് വാങ്ങിയത് 6 മാസം മുൻപാണ്. പുതിയ മൊബൈൽ ഫോൺ വാങ്ങുന്നതിലും ബൈക്കിൽ കറങ്ങി നടക്കുന്നതിലുമായിരുന്നു അഫാന് താല്പര്യം. കൂട്ടക്കൊല നടത്തിയ ദിവസം രാവിലെ 10ഓടെ അഫാൻ മാതാവ് ഷെമിയോട് പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വാക്കുതർക്കമുണ്ടാവുന്നു. അവർ വിസമ്മതിച്ചപ്പോൾ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തി മുറിക്കകത്തിട്ട് പൂട്ടിയ ശേഷം ഉച്ചയോടെ മുത്തശ്ശി സൽമാ ബീവിയുടെ വീട്ടിലെത്തി. പണയം വയ്ക്കാൻ സ്വർണ്ണമാല ആവശ്യപ്പെട്ടെങ്കിലും അവർ നൽകിയില്ല. ഇതേ തുടർന്നാണ് അവരെ കൊലപ്പെടുത്തിയത്. ആ മാല പണയം വെച്ച പണത്തിനാണ് മദ്യപിച്ചതും ഭക്ഷണം വാങ്ങിയതും. പിതാവിന്റെ സഹോദരൻ അബ്ദുൾ ലത്തീഫാണ് ഇവരുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെട്ട് പരിഹാരം കണ്ടിരുന്നത്. ഇതിൽ അഫാൻ അതൃപ്തി ഉണ്ടായിരുന്നു. സൽമാ ബീവിയെ കൊലപ്പെടുത്തി മടങ്ങുന്നതിനിടെ അഫാനെ ലത്തീഫ് ഫോണിൽ വിളിച്ചു. അഫാന്റെ അമ്മയെയും മുത്തശ്ശിയെയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പരിഭവം പറഞ്ഞു. മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ വിവരം ലത്തീഫ് അറിഞ്ഞിട്ടുണ്ടോ എന്ന സംശയത്തെ തുടർന്നാണ് ലത്തീഫിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെയും ഭാര്യയും കൊലപ്പെടുത്തിയത്. ടീച്ചറെ അന്ന് ക്ലാസ് വെക്കാതിരുന്നത് എന്താണ്? ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോൾക്ക് ഇത് വരില്ലായിരുന്നല്ലോ. ഫർസാനയുടെ അധ്യാപിക പ്രൊഫസർ സിമി സജീവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ ഷീജ ചോദിച്ച ചോദ്യമാണിത്. അഫാന്റെ ഫോൺ വന്ന ശേഷം ട്യൂഷൻ എന്ന് പറഞ്ഞാണ് ഫർസാന വീട്ടിൽ നിന്നിറങ്ങിയത്. 1/2 കിലോമീറ്ററോളം ദൂരം നടന്നു പോയതിനു ശേഷം മെയിൻ റോഡിൽ കാത്തുനിന്ന അഫാന്റെ ബൈക്കിലാണ് അയാളുടെ വീട്ടിലെത്തിയത്. ഇവരുടെ സൗഹൃദത്തെപ്പറ്റി നാട്ടുകാരിൽ ഏറെ പേർക്കും അറിവില്ല. ചുറ്റുവട്ടത്ത് ചിലപ്പോഴെല്ലാം അഫാനെ കണ്ടതായി ചിലർ ഓർക്കുന്നു. പഠനകാലത്താണ് ഇരുവരും സൗഹൃദത്തിലായത്. പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നെങ്കിലും അഫാൻ ഫർസാനയുമായുള്ള സൗഹൃദം തുടർന്നു. ഫർസാനയുടെ മാതാവ് ഷീജയ്ക്കും സഹോദരൻ അമലിനും ഈ ബന്ധത്തെപ്പറ്റി അറിവുണ്ടായിരുന്നു. നേരത്തെ വിവാഹത്തിന് താല്പര്യമുണ്ടെന്ന് അറിയിച്ച് ഇവിടെ എത്തിയ അഫാനോട് ജോലിയും സാമ്പത്തിക ഭദ്രതയും കൈവരിച്ച ശേഷം ആലോചിക്കാമെന്ന് പറഞ്ഞാണ് തിരിച്ചയച്ചത്. താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന് കരുതിയാണ് കാമുകിയെ കൊലപ്പെടുത്തിയതെന്ന് അഫാൻ പറഞ്ഞെങ്കിലും ജീവന് തുല്യം സ്നേഹിച്ച് തൻ്റെ ഒപ്പം വിശ്വസിച്ചിറങ്ങി വന്ന ഫർസാനെ അഫാൻ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണ്. ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് വികൃതമായ നിലയിലായിരുന്നു ഫർസാനയുടെ മുഖം. ചാരിക്കിടക്കാവുന്ന പ്ലാസ്റ്റിക് കസേരയിൽ ചരിഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. അടിയേറ്റ് തകർന്ന മുഖമാകെ ചോര. നെറ്റിയിലും മുഖത്തും ചുറ്റിക ഉപയോഗിച്ച് പല തവണ അടിച്ചിരുന്നു. തലയുടെ പിൻഭാഗത്ത് നിന്ന് ചോര നിലത്തേക്ക് വാർന്നൊഴുകി ചുറ്റും പരന്നൊഴുകിയ നിലയിലായിരുന്നു. മേശയിൽ വെച്ചിരുന്ന അഫാന്റെ ചിത്രത്തിലേക്കും ഭിത്തിയിലേക്കും ഫർസാനയുടെ രക്തത്തുള്ളികൾ തെറിച്ചു വീണിരുന്നു. കൂട്ടക്കൊലയുടെ ഒടുവിലത്തെ ഇര 13-കാരനായ അനുജൻ അഫ്സാനായിരുന്നു. കൂട്ടക്കൊലയ്ക്ക് ശേഷം എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാൻ ആദ്യമായല്ല ഈ ശ്രമം നടത്തുന്നത്. 8 വർഷങ്ങൾക്ക് മുൻപ് ആവശ്യപ്പെട്ട മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാൻ മാതാപിതാക്കൾ വിസമ്മതിച്ചതിന്റെ പേരിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. മാതാവും അനുജനും ഉൾപ്പെടെയുള്ള ഉറ്റവരെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്താൻ അഫാനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ പലതുണ്ടാകാം. പക്ഷെ കൊലപാതകം നടത്തിയത് പെട്ടെന്നുള്ള പ്രകോപനം മൂലം മനോനില തെറ്റിയ അവസ്ഥയിലല്ല എന്ന് വ്യക്തമാണ്. അതിനു പിന്നിൽ കൃത്യമായ ആസൂത്രണവും ക്രിമിനൽ മിടുക്കുമുണ്ട്. 3 സ്ഥലങ്ങളിൽ ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നിട്ടും ഒരാൾ പോലും അറിഞ്ഞില്ല. 3 ഇടങ്ങളിലും പോലീസ് എത്തിയപ്പോഴാണ് വിവരം അയൽവാസികൾ പോലും അറിഞ്ഞത്. ചുറ്റിക കൊണ്ട് അപ്രതീക്ഷിതമായി തലക്കടിയേൽക്കുമ്പോൾ ശബ്ദിക്കാൻ പോലും കഴിയാത്ത വിധം ഇര വീണുപോകും. എല്ലാ കൊലയ്ക്കും ഈ മാർഗമാണ് അഫാൻ സ്വീകരിച്ചത്. കൊലയ്ക്ക് ചുറ്റിക ഉപയോഗിച്ചതിന് പിന്നിൽ അഫാന്റെ ആസൂത്രിത പദ്ധതി ഉണ്ടാകാമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കേരളത്തിൽ ഏറി വരുന്ന അക്രമവാസനയോട് ഞെട്ടിക്കുന്ന നേർസാക്ഷ്യമാണ് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല.